എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡ് പരീക്ഷയുടെ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഒട്ടും സമയം കളയാനില്ല, നമുക്ക് പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെ തുടങ്ങണം, എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലാണ് നമുക്ക് ഏറ്റവും വലിയ സംശയമുള്ളത്. ആ സംശയം ദൂരീകരിക്കാനായിട്ട് എൻട്രി നിങ്ങൾക്ക് മുന്നിൽ ഒരു മികച്ച സ്റ്റഡി പ്ലാൻ അവതരിപ്പിക്കുകയാണ്. ഏതൊക്കെ ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയോടുകൂടിയാണ് നമ്മുടെ സിലബസിനെ സമീപിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റാങ്ക് പട്ടികയിൽ ഉയർന്ന സ്ഥാനത്ത് തന്നെ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ആ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താനാണ്. സ്റ്റഡി പ്ലാനിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഒന്നാമത്തെ ദിവസം, അതായത് ഏപ്രിൽ 9-നാണ് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ആവുന്നത്. അന്നേ ദിവസം നമ്മൾ എന്തൊക്കെയാ പഠിക്കുന്നേ നോക്കിക്കേ. ടെൻസ് കറക്റ്റ് യൂസ്, അല്ലെ, ടെൻസിന്റെ കറക്റ്റ് ആയിട്ടുള്ള യൂസ് ഇംഗ്ലീഷിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. പിന്നെ കോമൺ എറേഴ്സ് ഇൻ യൂസിങ് ടെൻസും മെറ്റൽസും, അല്ലെ, ടെൻസ് ഉപയോഗിക്കുന്നതിലും മെറ്റൽസ് ഉപയോഗിക്കുന്നതിലും സംഭവിക്കുന്ന സ്വാഭാവികമായ തെറ്റുകൾ, അതിനെക്കുറിച്ചുള്ള വിശദീകരണവുമായിട്ട് രഞ്ജിത്ത് സാറ് നമുക്ക് മുന്നിലുണ്ടാകും. അപ്പോൾ അദ്ദേഹത്തിന്റെ ക്ലാസ്സിലൂടെ നമുക്ക് ഏപ്രിൽ 9 ആ ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ആ ഗുരുവായൂർ ദേവസ്വം ബോർഡ് പരീക്ഷയിലേക്ക് കടക്കാം. അടുത്ത ദിവസവും ഇംഗ്ലീഷിന്റെ തന്നെ തുടർച്ചയാണ്. അലോയ്സ്, സബ്ജക്റ്റ്, വെർബ്, എഗ്രിമെന്റ്, അവയെക്കുറിച്ചുള്ള പഠനമാണ് അടുത്ത ദിവസം, അതായത് ഏപ്രിൽ 10-ന് നമ്മൾ നടത്തുന്നത്. പിന്നെ ഫിസിക്സിലേക്ക് കടക്കുന്നു. ഏപ്രിൽ 11-ന് ഫിസിക്സ് ആണ്. ഫിസിക്സിൽ മെഷർമെന്റും യൂണിറ്റും ആ ഒരു ഭാഗമാണ് മൂന്നാമത്തെ ദിവസമായ ഏപ്രിൽ 11-ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അടുത്ത ദിവസം നാലാമത്തെ ദിവസമായ ഏപ്രിൽ 12 നമ്മൾ എങ്ങോട്ട് കടക്കുന്നു, ഇന്ത്യൻ ചരിത്രത്തിലേക്ക് കടക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം, അതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചായിരിക്കും നാലാം ദിവസമായ ഏപ്രിൽ 12-ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അടുത്ത ദിവസം ഞായറാഴ്ചയാണ്. അന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു, പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുന്നു. വീണ്ടും അടുത്ത ദിവസം ഏപ്രിൽ 14-ാം തീയതി 5-ാം ദിവസം നമ്മൾ എക്കണോമിക്സിലേക്കാണ് കടക്കുന്നത്. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന്റെ വൈവിധ്യങ്ങളെ കുറിച്ച് പഠിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 5-ാം ദിവസം ചെയ്യുന്നത്. അതിൻ്റെ അടുത്ത ദിവസമായ ഏപ്രിൽ 15-ന് നമ്മൾ എന്ത് ചെയ്യുന്നു, വിവിധ ദേശീയ പ്രസ്ഥാനങ്ങൾ, അതിൽ തന്നെ ഏറ്റവും പ്രധാന പങ്കുവഹിച്ച മഹാത്മാഗാന്ധിജിയുടെ സംഭാവനകളെ കുറിച്ച് പഠിക്കുന്നു. അങ്ങനെ നമ്മുടെ 6 ദിവസം പൂർണ്ണമാകുന്നു. 7-ാമത്തെ ദിവസത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ സാമ്പത്തിക പരിഷ്കരണ നടപടികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഗാന്ധിജിയും ഈ പറയുന്ന സാമ്പത്തിക രംഗത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മാത്രമല്ല, ഇന്ത്യൻ എക്കണോമിക് സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള സവിശേഷതകൾ എന്താണ്, അതിന്റെ വൈവിധ്യങ്ങൾ എന്താണ്, അവിടെ സ്വീകരിച്ചിട്ടുള്ള പുതിയ കാര്യങ്ങൾ, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് 7-ാം ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത്. 8-ാം ദിവസം നമ്മൾ നേരെ സ്പോർട്സിലേക്കാണ് വരുന്നത്. സ്പോർട്സിൽ നമ്മൾ പഠിക്കുന്നത് ഒളിമ്പിക്സ് ഉൾപ്പെടെ മറ്റ് അന്തർദേശീയ ദേശീയ മത്സരങ്ങളിലെ മലയാളി സാന്നിധ്യത്തെ കുറിച്ചാണ് പിന്നത്തെ ദിവസം 8-ാം ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം 9-ാം ദിവസത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ എങ്ങോട്ടേക്ക് വരികയാണ്, എക്കണോമിക്സിലേക്ക് വരികയാണ്. രൂപയുടെ വരവ് ചെലവ്, ബാങ്ക് ദേശസാൽക്കരണം, അല്ലെ, നാഷണലൈസേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. പരീക്ഷയ്ക്ക് മിക്കവാറും ചോദ്യം വന്നു കണ്ടിട്ടുള്ളൊരു വിഭാഗമാണ്. അവരുടെ ചർച്ചയാണ് നമ്മൾ 9-ാം ദിവസം നടത്തുന്നത്. 10-ാം ദിവസമായ ഏപ്രിൽ 19-ലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ എങ്ങോട്ടേക്ക് വരുന്നു, ഇംഗ്ലീഷിലേക്ക് വരുന്നു. ഇംഗ്ലീഷിലെ ആർട്ടിക്കിളും ക്വസ്റ്റ്യൻ ടാഗുമാണ് അന്നേ ദിവസം നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. അടുത്ത ദിവസത്തേക്ക് വരുന്നു, ദേ ഒരു ഞായറാഴ്ച വരികയാണ്. നമ്മൾ റിലാക്സ് ചെയ്യുകയാണ്. ഇത്രയും നാൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുന്നു. സംശയമുള്ളത് നമ്മൾ അധ്യാപകരോട് അല്ലെങ്കിൽ മെന്റർമാരോട് ചോദിച്ച് ക്ലിയർ ചെയ്യുന്നു. അതിനുശേഷം ഒരു പുതിയ തുടക്കവുമായി 11-ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏപ്രിൽ 21-ന് അർജുന അവാർഡ് ജേതാക്കളെ കുറിച്ച് മാത്രമാണ് അന്നേ ദിവസം നമ്മൾ പഠിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. അർജുന അവാർഡ് മിക്കവാറും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. 12-ാം ദിവസം ഏപ്രിൽ 22 കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മുടെ പരീക്ഷ എന്നല്ല, ഏത് PSC പരീക്ഷ എടുത്താലും കറണ്ട് അഫെയർ, അതിൽ തന്നെ നൊബേൽ സമ്മാന ജേതാക്കൾ, അല്ലെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. നമ്മൾ ഏപ്രിൽ 22-ന് ചർച്ച ചെയ്യുന്നത് നൊബേൽ പ്രൈസ് ഏറ്റവും ഒടുവിൽ നേടിയവരെ കുറിച്ചും അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകളെ കുറിച്ചുമാണ്. അടുത്ത ദിവസം ഏപ്രിൽ 23-ലേക്ക് കടക്കുന്നു. നമ്മൾ കടക്കുന്നത് എങ്ങോട്ടേക്കാണ്, പോളിറ്റി, ഇന്ത്യൻ പോളിറ്റി, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം,
പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം അല്ലേ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് ആരംഭിക്കുന്ന പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പലയിടങ്ങളിൽ നിന്ന് നമ്മൾ കടമെടുത്ത് സ്വരുക്കൂട്ടിയ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടനയാണ്. അതിൻ്റെ സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. 13-ാം ദിവസമായ ഏപ്രിൽ 23-ന് പഠിക്കുന്നത്. അടുത്ത ദിവസം ഇതിന്റെ തുടർച്ച എന്നോണം നമുക്ക് എന്ത് ചർച്ച ചെയ്യാം? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ പ്രമുഖ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങളെ കുറിച്ചാണ് 14-ാം ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത്. 15-ാം ദിവസം എന്തു തന്നെയാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അതിൽ നമ്മുടെ മൗലിക അവകാശങ്ങളെ കുറിച്ച്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമ്മൾ 15-ാം ദിവസം ചർച്ചക്കെടുക്കുന്നത്. അപ്പൊ പോളിറ്റിയായി, നമ്മുടെ ഇംഗ്ലീഷായി, അതുപോലെ തന്നെ എക്കണോമിക്സ് ആയി, സ്പോർട്സ് ആയി. ഇനി നമ്മൾ കടക്കുന്നത് ജിയോഗ്രഫിയിലേക്കാണ്. കേരള ജിയോഗ്രഫി അഥവാ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രമാണ് ഏപ്രിൽ 16-ന് ചർച്ച ചെയ്യുന്നത്. അത് നമുക്ക് ഏപ്രിൽ 26-ന് തുടങ്ങി വയ്ക്കാം. 16-ാം ദിവസം ഏപ്രിൽ 26-ന് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രമാണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ 17-ാം ദിവസമായ ഏപ്രിൽ 27-ന് ഫണ്ടമെന്റൽ റൈറ്റ്സ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക അവകാശങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ മൗലിക ഡ്യൂട്ടീസും ഉണ്ട് അല്ലെ, ധർമ്മങ്ങളും നമുക്ക് അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു അവബോധമാണ് ഏപ്രിൽ 27-ന്, അതായത് 17-ാം ദിവസം നമുക്ക് ലഭിക്കുന്നത്. ഏപ്രിൽ 28-ലേക്ക് വരുമ്പോൾ DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് നമ്മൾ ഏപ്രിൽ 28-ന് 18-ാം ദിവസം ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കണക്കിലേക്ക് വരികയാണ്. പെർസെൻറ്റേജ്, ശതമാനക്കണക്ക്, പലരെയും കൺഫ്യൂഷൻ ആക്കുന്ന ഒരു സംഭവമാണ് അല്ലേ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷെ കൃത്യമായിട്ട് പഠിച്ചാൽ 1 മാർക്ക് പോലും നഷ്ടപ്പെടാതെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. സീനാമിസിന്റെ വകയായിട്ട് ട്രിക്സും ടിപ്സും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കാരണവശാലും കണക്കിന്റെ 1 മാർക്ക് പോലും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോവില്ല. കണക്കിലേക്ക് നമ്മൾ കടക്കുന്നത് 19-ാം ദിവസമായ ഏപ്രിൽ 29-നാണ്. അടുത്ത ദിവസം ഏപ്രിൽ 30 നമ്മൾ വീണ്ടും എങ്ങോട്ടേക്ക് വരുന്നു? നമ്മൾ പോളിറ്റിയിലേക്ക് വരികയാണ്, യുനിസെഫിലേക്ക് വരികയാണ് അല്ലെ. ബാലാവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആഗോള സംഘടന എന്ന നിലയിൽ നമുക്ക് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷന്റെ ഉപവിഭാഗമായ എന്തിലേക്ക് കടക്കുന്നു? യുനിസെഫിലേക്ക് കടക്കുന്നു. വീണ്ടും കണക്കിലേക്ക് വരാം. മെയ് 1-ന്, 21-ാം ദിവസമായ മെയ് 1-ന് നമ്മൾ എന്ത് പഠിക്കുന്നു? സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ മെയ് 1-ന് പഠിക്കുന്നത്. 21-ാം ദിവസം. 22-ാം ദിവസം മെയ് 2-ലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ, വിശിഷ്യ കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങൾ അല്ലെ, നമുക്കറിയാം വയനാട്ടിലുണ്ടായ വൻ പ്രകൃതി ദുരന്തം അല്ലെ, അതെന്താണ്? പരിസ്ഥിതി ലോല പ്രദേശം അല്ലെ, തുടങ്ങിയ വാക്കുകൾ, ഗാഡ്ഗിൽ റിപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആവർത്തിച്ച് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തിരുന്നു അല്ലേ. അപ്പൊ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് തീർച്ചയായിട്ടും ഇനി വരുന്ന നാളുകളിലൊക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് 22-ാം ദിവസമായ മെയ് 2-ൽ നമ്മൾ നടത്തുന്നത്. അടുത്ത ദിവസത്തേക്ക് കടന്നാലോ? കേരളത്തിലെ വിവിധ തരം വനങ്ങളും ജൈവ വൈവിധ്യവുമാണ് അല്ലെ. നാഷണൽ പാർക്കുകൾ, ദേശീയോദ്യാനത്തെ കുറിച്ച് മിക്കവാറും തന്നെ നമ്മുടെ പരീക്ഷയിൽ ചോദ്യം കണ്ടിട്ടുണ്ട്. അതിന്റെ ചർച്ചയാണ് മെയ് 3-ന്, 23-ാം ദിവസം നമ്മൾ നടത്തുന്നത്. 24-ാം ദിവസമായ മെയ് 5-ലേക്ക് വരുമ്പോഴോ കുറച്ച് അധികം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം, ആരോഗ്യ മേഖല, സാംസ്കാരിക മേഖല, വ്യാവസായിക മേഖല എന്നിവയെക്കുറിച്ചുള്ള ചർച്ചയാണ് മെയ് 5-ന് നടത്തുന്നത്. മെയ് 6-ലേക്ക് വരുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് കടക്കുന്നത്. 25-ാം ദിവസമാണ് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് കടക്കുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പരിണാമക്രമമായ വളർച്ചയെക്കുറിച്ചും ദേവസ്വങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് 6-നാണ്. 25-ാം ദിവസമാണ്. അതിനുശേഷം നമ്മൾ എങ്ങോട്ട് കടക്കുന്നു? അതിനുശേഷം നമ്മൾ വീണ്ടും പ്രകൃതി ദുരന്തങ്ങളിലേക്ക്, ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നു. എന്ന് മെയ് 7-ാം തീയതി, 26-ാം ദിവസം. പിന്നെയോ 27-ാം ദിവസം മെയ് 8-ലേക്ക് വരുമ്പോഴോ ജീവജാലങ്ങളും ആവാസ വ്യവസ്ഥയും അതിൻ്റെ പോഷണ തലങ്ങളെ കുറിച്ചുമാണ് മെയ് 8-ന് ചർച്ച ചെയ്യുന്നത്.
മെയ് 9 വരുമ്പോഴോ ഊർജ സ്രോതസ്സുകളെ കുറിച്ചും വിവിധ തരം ഇന്ധനങ്ങളെ കുറിച്ചും നമ്മൾ പഠിക്കുന്നു. അങ്ങനെ 28-ാം ദിവസം പൂർണ്ണമാകുന്നു. 29-ാം ദിവസം മെയ് 10 നമ്മൾ വീണ്ടും പോളിറ്റിയിലേക്ക് കടക്കുകയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അവയുടെ ധർമ്മങ്ങൾ, ഇപ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരാരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് മെയ് 10 അതായത് 29-ാം ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അടുത്ത ദിവസം ഞായറാഴ്ചയാണ്. നമുക്ക് ഇത്രയും നാൾ പഠിച്ചതൊന്ന് റീവൈൻഡ് ചെയ്യാനുള്ള സമയമാണ്. പിന്നെയോ മെയ് 12 നമ്മൾ എങ്ങോട്ടേക്ക് കടക്കുന്നു? IT കമ്പ്യൂട്ടർ സെക്ഷനിലേക്ക് കടക്കുന്നു. ഫങ്ഷണൽ യൂണിറ്റ്സും ഫീച്ചേഴ്സും എന്തിൻ്റെ? കമ്പ്യൂട്ടറിൻ്റെ. മെയ് 12 അതായത് 30-ാം ദിവസമാണ് നമ്മൾ എങ്ങോട്ടേക്ക് കടക്കുന്നത്? IT സെഷനിലേക്ക് കടക്കുന്നത്. 31-ാം ദിവസത്തിലേക്ക് വരുന്നു. മെയ് 13 വരുന്നു. അന്ന് നമ്മൾ എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു? കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളെയും നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. അത് സംഭവ്യമായ കാര്യമേ അല്ല. പിന്നെയോ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്ഷേത്രത്തിന്റെ സവിശേഷതകൾ അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചയാണ് മെയ് 13 നടത്തുന്നത്. പ്രധാന ക്ഷേത്രങ്ങൾ, അവയുടെ പ്രാധാന്യവും പ്രത്യേകതകളും കിട്ടിയല്ലോ. മെയ് 14 വരികയാണ്. സയൻസിലേക്ക് കടക്കുകയാണ്. അന്തർദേശീയ ദേശീയ ശാസ്ത്ര പ്രതിഭകൾ, അവരുടെ കണ്ടുപിടുത്തങ്ങൾ, അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വരെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരാറുണ്ട്. അങ്ങനെ 32-ാം ദിവസം നമ്മൾ പൂർത്തിയാക്കുന്നു. 33-ാം ദിവസമായ മെയ് 15 നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് എന്താണ്? പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളെ കുറിച്ചാണ്. പ്രകൃതിയുടെ ഈ പറഞ്ഞ പ്രകൃതി ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുകയും അതിനായി ഒരുപാട് നടപടികൾ സംസ്ഥാന ദേശീയ തലത്തിൽ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു അവബോധം നടത്താനാണ് 33-ാം ദിവസമായ മെയ് 15 നമ്മൾ ശ്രമിക്കുന്നത്. അടുത്ത ക്ലാസ്സിലേക്ക് കടന്നാൽ 34-ാം ദിവസമായ മെയ് 16 ഇന്ത്യയിൽ വിശിഷ്യ കേരളത്തിൽ നടപ്പാക്കിയ ജനാധിപത്യ അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ചാണ് മെയ് 16 ചർച്ചയ്ക്കെടുക്കുന്നത്. 34-ാം ദിവസം 35 വന്നാലോ മെയ് 17 കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ, മനുഷ്യാവകാശ കമ്മീഷനുകൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചയാണ് മെയ് 17 നടത്തുന്നത്. പിന്നെ 36-ാം ദിവസമായ മെയ് 18 അല്ലെ, കണക്കിന്റെ പെർസെൻറ്റേജ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ കടക്കുന്നത് ശരാശരിയിലേക്ക്. ആവറേജ് എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് 36-ാം ദിവസം മെയ് 18 ചർച്ചയ്ക്കെടുക്കുന്നത്. അടുത്ത ദിവസം 37 വീണ്ടും സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് വരുന്നു. പ്രധാന ക്ഷേത്രോത്സവങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ് 37-ാം ദിവസമായ മെയ് 19 നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലെ, ഉത്സവങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങൾ എന്ന നിലയ്ക്ക് മാത്രമല്ല, കേരളത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ് ഈ പറയുന്ന ആനയും ഉത്സവങ്ങളും അതുമായി ബന്ധപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങളും. അതിനെക്കുറിച്ചുള്ള ചർച്ച മെയ് 19 നമ്മൾ വച്ചിരിക്കുന്നത്. മെയ് 20 38-ാം ദിവസം ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ടത്, സമീപകാലത്ത് നടന്ന പരീക്ഷയിൽ ഇടം പറ്റിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അഴിമതി നിരോധന നിയമങ്ങൾ. അടുത്ത ദിവസമായ മെയ് 21 39-ാം ദിവസമായ മെയ് 21 നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് കുറച്ചധികം കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? സാമൂഹിക നന്മയും സുരക്ഷയും, സാമൂഹിക ഭദ്രതയും, സാമൂഹിക സാമ്പത്തിക വികസനത്തിനായുള്ള സുപ്രധാന കേന്ദ്ര സംസ്ഥാന നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ 21 ചർച്ച എടുക്കുന്നത്. അല്ലെ, വളരെ പ്രധാനപ്പെട്ടതാണ്. സാമൂഹിക സാമ്പത്തിക വികസനത്തിനായുള്ള കേന്ദ്ര സംസ്ഥാന നിയമങ്ങളെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. പിന്നെ 40-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ വീണ്ടും കെമിസ്ട്രിയിലേക്ക് കടക്കുകയാണ്. മെയ് 22 മൂലകങ്ങൾ, ലോഹ സംയുക്തങ്ങൾ, അലോഹ സംയുക്തങ്ങൾ എന്നിവയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു.
മെയ് 23-ന് ഗ്ലോബലൈസേഷൻ അല്ല, ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച്, ആഗോള താപനത്തെ കുറിച്ചാണ് മെയ് 23-ന്, അതായത് 41-ാം ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത്. 42-ാം ദിവസമായ മെയ് 24-ലേക്ക് കടക്കുമ്പോൾ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളും അതിന്റെ സാരഥികളും. സുനിത വില്യംസിനെ കുറിച്ച് ഇത്തവണത്തെ പരീക്ഷയിൽ ഒരു ചോദ്യം തീർച്ചയല്ലേ? അപ്പൊ അതുപോലെ മറ്റുള്ളവരുടെ സംഭാവനകൾ, അപ്പൊ അതിനെക്കുറിച്ച് ബഹിരാകാശവുമായി ബന്ധപ്പെട്ട, ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചോദ്യങ്ങളാണ് ഈ 42-ാം ദിവസമായ മെയ് 24-ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പിന്നെ അടുത്ത ദിവസം മെയ് 26, 43-ാം ദിവസം വീണ്ടും നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിലേക്ക് കടക്കുന്നു. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, അതുപോലെ തന്നെ അഡ്ജക്റ്റീവ്സ് എന്നിവയെ കുറിച്ചുള്ള ചർച്ചയാണ് മെയ് 26-ന്. മെയ് 27-ലേക്ക് വരുമ്പോഴോ അനുപാതം, അല്ലെ, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, ഒപ്പം തന്നെ ആവറേജ് നമുക്കിവിടെ കുറച്ചുകൂടി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും നമ്മൾ ചർച്ചയിൽ ഉൾപ്പെടുത്തുന്നു. 45-ാം ദിവസമായ മെയ് 28-ന് ക്ഷേത്രകലകളെ കുറിച്ചുള്ള ചർച്ചയാണ്. സോപാന സംഗീതം മുതൽ കൃഷ്ണനാട്ടം മുതൽ രാമനാട്ടം മുതൽ മുടിയേറ്റ് മുതൽ അങ്ങനെയുള്ള കലാരൂപങ്ങൾ, ക്ഷേത്രത്തിൽ അരങ്ങേറുന്ന അനുഷ്ഠാന കലകളും അതുപോലെ ക്ലാസിക്കൽ കലകളും അവയുടെ വേർതിരിവിന് അടിസ്ഥാനവും പ്രധാനപ്പെട്ടവയും അവയുടെ ആചാര സവിശേഷതകളും തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മെയ് 28-നാണ് ചർച്ചയ്ക്ക് വെക്കുന്നത്. മെയ് 29-ലേക്ക് വരുമ്പോൾ കേരളീയ ക്ഷേത്ര വാസ്തുശൈലി, നമുക്കറിയാം തന്ത്ര സമുച്ചയം അതുപോലെ തന്നെ ഉള്ള ഗ്രന്ഥങ്ങൾ, അല്ലെ, ആ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രങ്ങളും മറ്റും നിർമ്മിക്കുന്നത്. അപ്പൊ അവയെ ആധാരമാക്കിക്കൊണ്ട് പല ചോദ്യങ്ങളും നമ്മുടെ പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാൻ സാധ്യതയുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മെയ് 29-ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പിന്നെ 47-ാം ദിവസമായ മെയ് 30-ലേക്ക് വരുമ്പോൾ റിസർവ് ബാങ്കും ലോക ബാങ്കും അവയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, സാമ്പത്തിക സ്ഥിരതയ്ക്ക് വേണ്ടി അവരെന്തൊക്കെ നടപടികളാണ് കൈക്കൊള്ളാറുള്ളത്, എങ്ങനെയാണ് സംസ്ഥാന ദേശീയ തലത്തിൽ അവരത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മെയ് 30-ന് 47-ാം ദിവസം നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നു. മെയ് 31-ന് 48-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പരിസ്ഥിതി വൈവിധ്യത്തിന് നിദാനമായ ആവാസ വ്യവസ്ഥകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ തുടങ്ങിയവയെ കുറിച്ചുള്ള ചർച്ചയാണ് മെയ് 31-ന്. ഈ ആഴ്ച ഇത്രയും പഠിച്ചു കഴിഞ്ഞോ? എന്നാൽ നമുക്ക് റെസ്റ്റ് എടുക്കാം. ഒരു ഞായറാഴ്ച വരുന്നുണ്ട്, നമുക്കൊന്ന് റീവൈൻഡ് ചെയ്യാം. പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന പോയിന്റുകൾ എഴുതി വെക്കാം. സംശയം തോന്നിയവ രേഖപ്പെടുത്തി വെച്ച് അടുത്ത ദിവസം അധ്യാപകനോട് ചോദിച്ചത് ക്ലിയർ ആക്കാം. അതിനുള്ള സമയമായിട്ട് ഞായറാഴ്ചയെ പരിഗണിക്കുക. അടുത്ത ദിവസം ജൂൺ 2-ലേക്ക് കടക്കുന്നു. 49-ാം ദിവസം ചലനവും ചലന നിയമങ്ങളുമാണ്, അല്ലെ, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഹൈസ്കൂളിൽ പഠിക്കുന്നതാണ്. അത് തന്നെയാണ് നമ്മുടെ പരീക്ഷയ്ക്കും ചോദിക്കാറുള്ളത്. അതിൻ്റെ ആപ്ലിക്കബിൾ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ചർച്ച ജൂൺ 2-ന് നടത്തുന്നു. ജൂൺ 3-ലേക്ക് കടക്കുമ്പോൾ വീണ്ടും നമ്മൾ എങ്ങോട്ട് പോവുകയാണ്? ഇംഗ്ലീഷിലേക്ക് പോവുകയാണ്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, അതുപോലെ വെർബ്, ഇഡിയംസ് എന്നിവയെ കുറിച്ചുള്ള ചർച്ചയാണ് 50-ാം ദിവസമായ ജൂൺ 3-ലേക്കായി നമ്മൾ കരുതി വച്ചിരിക്കുന്നത്. അടുത്തത് ജൂൺ 4-ലേക്ക് വരുമ്പോൾ പരീക്ഷയ്ക്ക് സമീപകാലത്ത് നടന്ന പരീക്ഷയിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ചോദിച്ചു കണ്ടിട്ടുള്ള ഒന്ന് എന്താണ്? പരിസ്ഥിതി മലിനീകരണം. വളരെ വളരെ പ്രധാനപ്പെട്ടത്. ഒപ്പം തന്നെ നമ്മൾ എന്തും പഠിക്കുന്നുണ്ട്? പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ച് കൂടി അന്നേ ദിവസം പഠിക്കുന്നുണ്ട്. അടുത്ത ദിവസമായ 52-ാം ദിവസമായ ജൂൺ 5-ലേക്ക് വരുമ്പോൾ വീണ്ടും സ്പെഷ്യൽ ടോപ്പിക്കാണ് വിഖ്യാത ക്ഷേത്രവാദ്യ കലാകാരന്മാരെ കുറിച്ച്. സമീപകാലത്ത് നടന്ന പരീക്ഷയിൽ ഏറ്റവും അധികം ചോദിച്ചു കണ്ടിട്ടുള്ളത് ഞെരളത്ത് രാമപ്പൊതുവാളിനെ കുറിച്ചാണ്. സോപാനം എന്ന ആത്മകഥയുടെ കർത്താവായ ഞെരളത്ത് രാമപ്പൊതുവാളിനെ കുറിച്ച് തുടങ്ങിയ, അദ്ദേഹത്തെ കുറിച്ച് മാത്രമല്ല തുടങ്ങിയ കലാകാരന്മാരെ കുറിച്ചുള്ള ചർച്ചയാണ് 52-ാം ദിവസമായ ജൂൺ 5-ന് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. ജൂൺ 6-ലേക്ക് കടക്കുമ്പോൾ വീണ്ടും IT സെഷനിലേക്ക് വരികയാണ്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും, അല്ലേ, വളരെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. പക്ഷേ ഹൈസ്കൂൾ ലെവലിലുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത്.
54 ദിവസമായ ജൂൺ 7 കടക്കുമ്പോൾ വീണ്ടും നമ്മൾ കണക്കിലേക്ക് കടക്കുകയാണ്. ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളെ കുറിച്ചും പരീക്ഷയ്ക്ക് ചോദ്യം വരാറുള്ളതാണ്, പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അടുത്ത ദിവസമായ ജൂൺ 8 ലോക്പാലിനെ കുറിച്ച്. എന്താണ് ലോക്പാൽ? ആരാണ് ലോക്പാലിനെ നിയോഗിക്കുന്നത്? എന്താണ് അവരുടെ ഡ്യൂട്ടീസ് അല്ലെ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ജൂൺ 8 ചർച്ച ചെയ്യുന്നു. ജൂൺ 9 കടക്കുമ്പോൾ ലോകത്തെ ബാധിച്ച മഹാവ്യാധികളെ കുറിച്ചാണ് അല്ലെ, പ്ലേഗ്, ടൈഫോയിഡ് ഉൾപ്പെടെയുള്ള ഭീകര രോഗങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ് ജൂൺ 9 നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജൂൺ 10 കടക്കുമ്പോൾ നമ്മൾ എങ്ങോട്ട് കടക്കുകയാണ്? നമ്മൾ ജോമെട്രിയിലേക്ക് കടക്കുകയാണ്. ജ്യാമിതീയ രൂപങ്ങളുടെ പരപ്പളവും വ്യാപ്തവും അല്ലെ. ഒരിക്കൽ LDC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് ആരും പ്രതീക്ഷിക്കാത്തൊരു വകുപ്പായതുകൊണ്ട് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് കവർന്നെടുത്ത ഒരു സെഷനാണ് ജ്യാമിതീയ രൂപങ്ങളുടെ പരപ്പളവും വ്യാപ്തവും. പക്ഷേ നമ്മൾ ഇവിടെ അടിപൊളിയായിട്ട് പഠിപ്പിക്കും. ഈ ഭാഗത്തും നമ്മുടെ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടില്ല. പിന്നെ അടുത്തത് 58 ദിവസമാണ് നമ്മൾ എങ്ങോട്ടേക്ക് കടക്കുന്നത്? മലയാളം ഗ്രാമറിലേക്ക് കടക്കുന്നത്. നിങ്ങൾ ഇത്ര നേരം പ്രതീക്ഷിച്ചിരിക്കുമായിരിക്കും അല്ലേ, ഇനി ഇങ്ങേരെങ്ങാനും മലയാളം വിട്ടുപോയതാണോ എന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും. അല്ല, വിട്ടുപോയിട്ടില്ല. 58 ദിവസത്തേക്ക് നമ്മൾ മാറ്റി വച്ചിരിക്കുകയാണ്. ജൂൺ 11 വാക്യത്തിന്റെ അന്വയം, ലിംഗം, പുരുഷൻ, വിഭക്തി, കാരകം, വചനം തുടങ്ങിയ അധ്യായങ്ങൾ. ചെറിയ ചെറിയ അധ്യായങ്ങളാണ് കേട്ടോ. കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുകയും ചെയ്യും, നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു വകുപ്പാണ് ഈ ജൂൺ 11 നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് അധ്യായങ്ങളുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് പഠിക്കാൻ ഒത്തിരി ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കരുത്. അടുത്ത ദിവസമായ ജൂൺ 12 സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ 60 ദിവസമായ ജൂൺ 13 സാമൂഹിക നീതി ദിനത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയെക്കുറിച്ചും അതുപോലെ തന്നെ വിയന്ന പ്രഖ്യാപനത്തെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത്. 61 ദിവസമായ ജൂൺ 14 കുടുംബശ്രീ, അംഗൻവാടി, ആശാവർക്കേഴ്സ് അല്ലെ, ആശാവർക്കർമാരുടെ സമരം ഇപ്പോഴും കൊടുമ്പിരിക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവരുടെ സ്ഥാനമാന ധർമ്മങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാലിക പ്രസക്തമായ ചോദ്യങ്ങൾ ആ മേഖലയിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടു കൂടി പരിഗണിക്കേണ്ട ഒരു ദിവസമാണ് 61 ദിവസമായ ജൂൺ 14. അതിനുശേഷം ഞായറാഴ്ച വരുന്നു, നമ്മളെല്ലാം റീവൈൻഡ് ചെയ്യുന്നു. ജൂൺ 16 62 ദിവസം സ്പെഷ്യൽ ടോപ്പിക്കാണ് ഭക്തി പ്രസ്ഥാനത്തെ കുറിച്ച്. ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രാരംഭം എഴുത്തച്ഛനിൽ നിന്നാണ്. പിന്നെയോ പൂന്താനം, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാര് തുടങ്ങിയവരത് ഏറ്റെടുത്ത് പരിപോഷിപ്പിക്കുന്ന ഒരു കാഴ്ച. ഇന്ത്യയിൽ ആകമാനം ഭക്തി പ്രസ്ഥാനത്തിന്റെ അലയൊലികൾ ഉണ്ടായിരിക്കെ തന്നെ കേരളത്തിലും അല്ലെ ശക്തമായ ഒരു സ്വാധീനം, ഭക്തി പ്രസ്ഥാനത്തിന്റെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചവരെ കുറിച്ച് നമുക്ക് ജൂൺ 16 പഠിക്കാം. ജൂൺ 17 വരുമ്പോൾ IT സെഷനിലേക്കാണ് പോകുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ നമുക്കറിയാവുന്ന കാര്യമാണ്, ഹൈസ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണല്ലേ. അത് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യേണ്ടതുണ്ട്. ജൂൺ 18 64 ദിവസത്തിലേക്ക് കടക്കുന്നു. റോഡ് സുരക്ഷാ നിയമങ്ങളും നടപടികളും സംബന്ധിച്ച അറിവ്, അതാണ് നമ്മൾ 64 ദിവസത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. 65 ദിവസമായ ജൂൺ 19 സമയം, ദൂരം, ദിശാബോധം. പലരെയും കൺഫ്യൂഷൻ ആക്കുന്ന കണക്കിലെ അല്ലെ ഒരു മാനസിക ശേഷി മേഖലയിൽ നിന്നുള്ള ചോദ്യമാണ്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആസ്വദിച്ച് പഠിക്കാമെങ്കിൽ, മനസ്സിരുത്തി പഠിക്കാമെങ്കിൽ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു മേഖലയാണത്. അടുത്ത ദിവസമായ ജൂൺ 20 66 ദിവസം നമ്മൾ എന്ത് പഠിക്കുന്നു? 2019 മോട്ടോർ വെഹിക്കിൾ നിയമ ഭേദഗതിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് 66 ദിവസമായ ജൂൺ 20 അടുത്ത ദിവസത്തിലേക്ക് കടക്കാം. 67 ദിവസമായ ജൂൺ 21 പ്രമുഖ പരിസ്ഥിതി സമ്മേളനങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്.
പിന്നീട് ഞായറാഴ്ച വരുന്നു, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി അടിപൊളിയായിട്ട് പഠിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ കുറിച്ചു വയ്ക്കുന്നു. പ്രധാനപ്പെട്ടതെന്ന് തോന്നിയ പോയിന്റുകൾ വീണ്ടും നമ്മൾ അടയാളപ്പെടുത്തി പഠിക്കുന്നു. 23-ന് നമ്മൾ എങ്ങോട്ട് കടക്കുന്നു? ബയോളജിയിലേക്ക് കടക്കുന്നു. മനുഷ്യ ശരീരത്തിലെ അവയവ വ്യവസ്ഥകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് 68-ാം ദിവസമായ ജൂൺ 23-നാണ്. ജൂൺ 24-ന് നമ്മൾ വീണ്ടും കെമിസ്ട്രിയിലേക്ക് പോവുകയാണ്. ആസിഡുകളെ കുറിച്ചും ബേസുകളെ കുറിച്ചും ലവണങ്ങളെ കുറിച്ചും നമ്മൾ പഠിക്കുന്നത് 69-ാം ദിവസമായ ജൂൺ 24-നാണ്. തൊട്ടടുത്ത ദിവസം ജൂൺ 25 70-ാം ദിവസം നമ്മൾ എങ്ങോട്ട് കടക്കുന്നു? മലയാള വ്യാകരണത്തിന്റെ തുടർച്ചയിലേക്ക്. അതായത് കാലം, പ്രകാരം, അനുപ്രയോഗം എന്നിവയെ കുറിച്ചുള്ള ചർച്ചയാണ് ജൂൺ 25-ലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് കേട്ടോ. മലയാളത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഭീകരമായ കാര്യങ്ങളൊന്നുമില്ല. കേരളവാണിയുടെ സംഭാവനകളെ കുറിച്ചൊന്നുമല്ല നമ്മൾ പഠിക്കുന്നത്. ചെറിയ ചെറിയ ഭാഗങ്ങളേ ഉള്ളൂ വ്യാകരണ വിഭാഗങ്ങൾ. അടുത്ത ദിവസം ജൂൺ 26-ന് വളരെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്ക്. കഴിഞ്ഞ തവണ ദേവസ്വം ബോർഡ് പരീക്ഷ നടന്നപ്പോൾ അധിക ചോദ്യങ്ങൾ വന്നൊരു മേഖലയാണ് ഏത്? കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനെ കുറിച്ചുള്ളത്. അതിന്റെ സാരഥികൾ ആരൊക്കെയാണ്, അതിന്റെ ആസ്ഥാനം എന്തൊക്കെയാണ്, അതിന്റെ ധർമ്മം എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു അവബോധം നമുക്കുണ്ടായേ തീരൂ. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. 71-ാം ദിവസമായ ജൂൺ 26-ന് ചർച്ച ചെയ്യുന്നത്. അടുത്തത് ജൂൺ 27 72-ാം ദിവസം വീണ്ടും നമ്മൾ IT സെഷനിലേക്ക് കടക്കുന്നു. ഇന്റർനെറ്റ്, WWW അഥവാ വേൾഡ് വൈഡ് വെബ്, പിന്നെ ഇമെയിൽ എന്നിവയെ കുറിച്ചുള്ള പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. 73-ാം ദിവസം ജൂൺ 28-ന് നമ്മൾ കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ ഘടനയെക്കുറിച്ചും അതിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത്. പിന്നീട് നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം. അതിനുശേഷം 74-ാം ദിവസം ജൂൺ 30-ന് വീണ്ടും നമ്മൾ ഇംഗ്ലീഷിലേക്ക് വരികയാണ്. ഇംഗ്ലീഷ് ഗ്രാമറിലേക്ക് കടക്കുകയാണ്. ആന്റോണിംസും സിനോണിംസും അതുപോലെ ചേഞ്ച് ഓഫ് ജെൻഡറും എതിർലിംഗ പദങ്ങൾ എന്ന് മലയാളത്തിൽ പറയുന്ന ചേഞ്ച് ഓഫ് ജെൻഡറിലേക്ക് കടക്കുന്നു. തൊട്ടടുത്ത ദിവസമായ ജൂലൈ 1-ന് 75-ാം ദിവസമാണ് നമ്മൾ വൈദ്യുതോർജത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ജൂലൈ 2-ന് ജലം, ലായനികൾ എന്നിവയെ കുറിച്ചുള്ള ചർച്ചയാണ്. ജൂലൈ 3-ലേക്ക് കടക്കുമ്പോൾ പോഷകാഹാരം, പോഷക അപര്യാപ്തത രോഗങ്ങൾ, വൈറസ് രോഗങ്ങൾ എന്നിവയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. ജൂൺ 4-ലേക്ക് വരുമ്പോൾ നമ്മൾ കേരള ചരിത്രത്തിലേക്കാണ് കടക്കുന്നത്. പ്രാചീന കേരളം, മധ്യകാല കേരളം, കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചയാണ് 78-ാം ദിവസമായ ജൂലൈ 4-ന് നമ്മൾ നടത്തുന്നത്. ജൂലൈ 5-ലേക്ക് വരുമ്പോൾ സാമൂഹിക പരിഷ്കർത്താക്കൾ, സാമൂഹിക പ്രക്ഷോഭങ്ങൾ, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്നിവയെ കുറിച്ചുള്ള ചർച്ച 79-ാം ദിവസമായ ജൂലൈ 5-നാണ് നമ്മൾ നീക്കി വച്ചിരിക്കുന്നത്. അടുത്ത ദിവസം ഞായറാഴ്ചയാണ്. റെസ്റ്റ് എടുക്കാം. ജൂലൈ 7 80-ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അന്ന് ആധുനിക കേരളം, അവിടെ പ്രാചീന കേരളവും മധ്യകാല കേരളവും പഠിച്ചിട്ട് നിൽക്കുകയാണ്. നമ്മളിനി ആധുനിക കേരളത്തിലേക്ക് കടക്കുകയാണ്. ആധുനിക കേരളത്തിൽ യൂറോപ്യന്മാരുടെ കടന്നുവരവിനെ കുറിച്ചാണ് 80-ാം ദിവസമായ ജൂലൈ 7-ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജൂലൈ 8-ലേക്ക് വരാം. 81-ാം ദിവസമാണ്. ദളിത് മുന്നേറ്റങ്ങളെ കുറിച്ചും സ്ത്രീ തുല്യതാ പ്രസ്ഥാനങ്ങളെ കുറിച്ചുമാണ് അന്നേ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജൂലൈ 9-ന് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ, ആറ്റിങ്ങൽ കലാപം ഉൾപ്പെടെയുള്ള ചെറുത്തുനിൽപ്പുകളെ കുറിച്ചും കലാപങ്ങളെ കുറിച്ചും നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ജൂലൈ 9-നാണ്. 82-ാം ദിവസമാണ്. അടുത്ത ദിവസം ജൂലൈ 10-ന് സാമൂഹിക നീതിക്കായി പോരാടിയ ദേശീയ അന്തർദേശീയ നേതാക്കൾ PSCക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മറ്റ് പല പരീക്ഷയ്ക്ക് വേണ്ടിയും ഇവരെ കുറിച്ച് നല്ലൊരു അവബോധം നിങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ടാകും. ഇനി പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിലും നിങ്ങൾക്ക് സഹായകരമാകുന്ന രീതിയിൽ മുഴുവൻ അവരുടെ ജീവചരിത്രം മുഴുവൻ അല്ലെങ്കിൽ പോലും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ പോയിന്റുകൾ കൃത്യമായി അടയാളപ്പെടുത്തി നമ്മൾ പഠിക്കുന്നതായിരിക്കും. അടുത്ത ദിവസം ജൂലൈ 11-ആണ്.
84-ാം ദിവസമായ ജൂലൈ 11-ന് ലേബർ വെൽഫെയർ ബോർഡുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജൂലൈ 12-ന് സംസ്ഥാന കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. തൊട്ടടുത്ത ദിവസം ഞായറാഴ്ചയാണ്. 86-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ദേശീയ പ്രസ്ഥാനം എങ്ങനെയാണ് കേരളത്തിൽ രൂപം കൊണ്ടതെന്നും അവരെന്തൊക്കെ മാറ്റങ്ങളാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നും എന്തൊക്കെ ധീര നടപടികളാണ് നമ്മുടെ വിമോചനത്തിന് വേണ്ടി മുന്നോട്ട് വച്ചതെന്നും നമുക്ക് പരിശോധിക്കാം. ജൂലൈ 14-ന് 86-ാം ദിവസം. 87-ാം ദിവസം ജൂലൈ 15-ന് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 അവയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ജൂലൈ 16-ന് 88-ാം ദിവസം ബഹിരാകാശ പര്യവേഷണ മേഖലയിൽ ഇന്ത്യ കൈവരിച്ചിട്ടുള്ള പ്രധാന നേട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പിന്നെയോ തൊട്ടടുത്ത ദിവസമായ ജൂലൈ 17-ന് നമ്മൾ എന്ത് ചർച്ച ചെയ്യുന്നു? ദേശീയ പ്രാദേശിക രംഗത്തെ പ്രമുഖ സാഹിത്യകാരന്മാരെ കുറിച്ചും അവരുടെ രചനകളെ കുറിച്ചും. മലയാള സാഹിത്യത്തിന്റെ പ്രാരംഭം എന്ന് പറയുന്നത് കേരള ചോസർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ചിരാമ കവിയുടെ രാമചരിതത്തിൽ നിന്നാണ്. അവിടെ നിന്ന് ആരംഭിക്കുന്നു മലയാള സാഹിത്യത്തിന്റെ ചരിത്രം. അപ്പോൾ അവിടെ മുതൽ ചിരാമ കവി മുതലുള്ള കലാകാരന്മാർ, സാഹിത്യകാരന്മാർ മലയാളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെ കുറിച്ച് നമുക്ക് ജൂലൈ 17-ന് ചർച്ച ചെയ്യാം. ജൂലൈ 18-നോ കലാ, കായിക, വിനോദ സാഹിത്യ മേഖലകളിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും പ്രമുഖ വ്യക്തികളും. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു കേരളയാണ് കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ കേരളം മാത്രമല്ല, ഇന്ത്യൻ ലെവലിൽ തന്നെ അത് ദേശീയ തലത്തിൽ തന്നെ ആ ഭാഗത്ത് നിന്ന് ചോദ്യം വരാറുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് അല്ലേ വൈൻഡപ്പ് ചെയ്യാറായിരിക്കുകയാണ്. യെസ്, അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് അല്ലേ, ജൂലൈ 18 90-ാം ദിവസം കൊണ്ട് 3 മാസം കൊണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള സിലബസ് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യാൻ സാധിക്കും. നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് നമുക്ക് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായൊരു ടൈം ടേബിൾ ആവശ്യമാണ്. ആ ടൈം ടേബിൾ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ശാസ്ത്രീയമായ ആധികാരികമായ തയ്യാറെടുപ്പുകളോടുകൂടി നമുക്ക് ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് പരീക്ഷയെ സമീപിക്കാം. ഉന്നത മാർക്ക് നേടി നമുക്ക് വിജയിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു വിജയാശംസകൾ.